അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മൈത്രിയുടെയും സ്നേഹത്തിന്റെയും കഥകൾ നമുക്ക് വീണ്ടും തുടരാം. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ അസുഖബാധിതനായിരിക്കുന്ന ഘട്ടം. 65 വയസ്സ് പിന്നിട്ട അദ്ദേഹം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാൽ വേട്ടയാടപ്പെടുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾക്കിടയിൽ മുഗൾ പിന്തുടർച്ചാവകാശ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. ദാരാ ഷിക്കോവും ഔറംഗസീബും തമ്മിലുള്ള പോരാട്ടം അതിമൂർച്ഛിച്ച സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഷാജഹാൻ ചക്രവർത്തിക്ക് അനാരോഗ്യം വളരെ ഗുരുതരമായി മാറുന്നത്. ചക്രവർത്തിക്ക് തന്റെ ജീവനെക്കുറിച്ചുള്ള ഭയം പോലും ശക്തമായി നിഴലിട്ടു. കാരണം അധികാരത്തിന് വേണ്ടി മക്കൾ തന്നെ അപായപ്പെടുത്തിയേക്കുമോ എന്നുവരെ ഷാജഹാൻ ചക്രവർത്തിക്ക് ഭയമുണ്ടായപ്പോൾ ഷാജഹാനാബാദ് എന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ നഗരം സൈനിക അംഗങ്ങളാൽ വളയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. ചെങ്കോട്ടയുടെ 2 കിളിവാതിലുകളല്ലാതെ മറ്റു മുഴുവനും അടച്ചിടപ്പെട്ട 2 കിളിവാതിലുകൾ മാത്രം തുറന്നു വെക്കാൻ നിർദ്ദേശം നൽകപ്പെട്ട നാളുകളായിരുന്നു അത്. പുത്രിയായ ജഹനാര ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ഖുർആൻ തൊട്ട് സത്യം ചെയ്ത മനുഷ്യരല്ലാത്ത ഒരാളും കൊട്ടാരത്തിന്റെ ഭക്ഷണശാലയിൽ പോലും കടന്നു വരാൻ കഴിയാത്ത വിധമുള്ള അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ മുറുകിയ സാഹചര്യത്തിൽ ഷാജഹാനാബാദിന്റെ ചെങ്കോട്ടയുടെ മുൻവാതിലുകളിൽ ചക്രവർത്തി തന്റെ സുരക്ഷയ്ക്കായി കാവൽ നിർത്തിയ 2 സൈനിക കമാൻഡർമാരുണ്ട്. രാജ ജസ്വന്ത് സിംഗ് റാത്തോഡും രാജ രാജ് സിംഗ് റോത്തലയും. ഇവർ 2 പേരുമായിരുന്നു ആ സൈനിക കമാൻഡർമാർ. ആ സൈനിക കമാൻഡർമാരാണ് തന്റെ ജീവൻ രക്ഷിക്കേണ്ടത് എന്ന് ചക്രവർത്തി തീരുമാനിച്ചുറപ്പിക്കുകയായിരുന്നു. രജപുത്ര രാജാക്കന്മാരിൽപ്പെട്ട 2 പേരെയും തന്റെ ജീവൻ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രവേശനം നിഷേധിക്കപ്പെട്ട ആ സദസ്സിൽ ചക്രവർത്തി ചുമതലയേൽപ്പിക്കുമ്പോൾ അവിടെ അവരോടുള്ള ആത്മവിശ്വാസം, അവരോടുള്ള അടക്കാനാവാത്ത വിശ്വാസമായിരുന്നു ചക്രവർത്തിയെ നയിച്ചിരുന്നത് എന്നാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 30,000-ഓളം വരുന്ന രജപുത്ര സേനയായിരുന്നു രാജാവിന്റെ ഷാജഹാനാബാദ് എന്ന് പറയുന്ന പട്ടണത്തെയും ചെങ്കോട്ടയും ചുറ്റി നിന്ന് രാജാവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടത്. രജപുത്ര സേനയെ അതുപോലെ തന്നെ അവിശ്വാസികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന 2 പേരെ തന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നൽകുന്നതിലൂടെ എത്രമാത്രം മൈത്രി ബദ്ധമായിരുന്നു, സൗഹൃദപൂർണമായിരുന്നു മധ്യകാല നൂറ്റാണ്ട്, മുഗൾ ഭരണ കാലഘട്ടം, മുഗൾ ചക്രവർത്തിമാർ എന്നൊക്കെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഘട്ടത്തെയാണ് വിഷലിപ്തമാക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഗൾ പിന്തുടർച്ചാവകാശ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഷാ ഷുജ എന്നു പേരുള്ള ഔറംഗസീബ് ചക്രവർത്തിയുടെ മകനും രാജാവിനെതിരെ പട നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബംഗാളിലെ ഗവർണറായിരുന്ന അദ്ദേഹം രാജകൊട്ടാരത്തിൽ നടക്കുന്ന വാർത്തകൾ തെറ്റിദ്ധരിക്കുകയും ദാരാ ഷിക്കോവിനെതിരെ പട നയിച്ച് മുഗൾ ഇമ്പീരിയലിസത്തെ, മുഗൾ സൈന്യത്തെ കീഴ്പ്പെടുത്തി തന്റെ അധികാരം സ്ഥാപിക്കുവാൻ വ്യഗ്രത കൊണ്ട് പുറപ്പെട്ടതായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിനെ നേരിടുന്നതിന് വേണ്ടി ഷാജഹാൻ ചക്രവർത്തി രാജാ ജയ്സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ ചുമതലപ്പെടുത്തി. രാജാ ജയ്സിംഗിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ചുമതലപ്പെടുത്തുവാനുള്ള കാരണം രാജാ ജയ്സിംഗിനോട് ഷാജഹാൻ ചക്രവർത്തിക്കുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു. ഒരിക്കലും തന്റെ പുത്രനെ അപായപ്പെടുത്താൻ രാജാ ജയ്സിംഗ് കൂട്ടുനിൽക്കില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസമായിരുന്നു. ചക്രവർത്തിയുടെ വിശ്വാസം രാജാ ജയ്സിംഗ് അപ്പടി തന്നെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു. പരമാവധി 2 സൈന്യങ്ങൾക്കുമിടയിൽ യുദ്ധമുണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കിണഞ്ഞു ശ്രമിച്ചു. യുദ്ധമുണ്ടായി. ഷാ ഷുജ എന്ന പേരുള്ള ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ മരണപ്പെട്ടു പോയെങ്കിലും ആ മകനെ ഒരിക്കലും വധിക്കപ്പെടാതിരിക്കാൻ, അപായപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി രാജാ ജയ്സിംഗ് പരിശ്രമിക്കുകയും രക്ഷപ്പെട്ടു പോകുന്നതിനു വേണ്ടിയിട്ട് രാജാ ജയ്സിംഗ് സഹായിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ചക്രവർത്തിയുടെ മനോഗതം കൃത്യമായി അറിയുന്ന, തന്റെ മകൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞാലും ചക്രവർത്തിക്ക് സന്തോഷമാവുകയോ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ രാജാ ജയ്സിംഗ് എന്ന് പറയുന്ന സുഹൃത്തിനോളം പോന്ന സൈനിക കമാൻഡറായിരുന്നു ഷാജഹാൻ ചക്രവർത്തിയുടെ കരുത്ത്. അതൊരു വിശ്വാസത്തിന്റെ, മാനവിക മൈത്രിയുടെ, മതങ്ങൾക്കതീതമായ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
സ്നേഹത്തിന്റെ കഥകൾ നമുക്ക് വീണ്ടും തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.